ലിബർട്ടി ബഷീർ സർക്കാർ ഇതിലൊന്നും ചെയ്യില്ല എന്ന കോൺഫിഡൻസ് സിനിമയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്കുണ്ടോ? തീർച്ചയായും നിശാന്ത്, നിങ്ങൾ നമ്മളിപ്പോൾ ഏമ കമ്മീഷൻ കമ്മിറ്റി എന്താ പറയട്ടെ, ആ ഏമ കമ്മിറ്റി റിപ്പോർട്ടിന് മുമ്പായിട്ട് 15 വർഷം മുമ്പ് ഒരു അടൂർ ഗോപാലകൃഷ്ണ കമ്മീഷൻ തന്നെയാണ് മലയാള സിനിമയുടെ നന്മക്കായിട്ട് ഉണ്ടാക്കിയതെന്ന് എനിക്ക് തോന്നുന്നു. VSന്റെ കാലത്താണ് തോന്നുന്നു. അങ്ങനെ അതിനുശേഷം മാറി വരുന്ന 3 ഗവൺമെന്റ് മാറി വന്ന് 3 ഗവൺമെന്റ് ഇവർക്ക് വന്ന് ഒരു കോൺഗ്രസ് ഗവൺമെന്റ് വന്ന് അതിനെ പറ്റിയിട്ട് ഇപ്പം അത് ഇപ്പോൾ ഇങ്ങനെ ഈ നേരത്തെ നിങ്ങൾ പറഞ്ഞ ഭാഷയിൽ അടയിരിക്കുകയാണ് ആ റിപ്പോർട്ട്. അതിനുശേഷമാണ് ഏമ കമ്മീഷൻ റിപ്പോർട്ട്. അന്ന് ഗവൺമെന്റ് മലയാള സിനിമന്റെ വരുന്ന ദൂഷ്യവശങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചതാണ് ഏമ കമ്മീഷൻ. പക്ഷെ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം അത് വായിച്ചിട്ട് ആരെങ്കിലും വായിച്ചിട്ടുണ്ടാവില്ലോ, വായിച്ച സമയത്താണ് അതിന്റെ അപകടം ഈ ഭരണമുന്നണിക്കുള്ള ആൾക്കാർക്ക് ബോധ്യമായത്. അപ്പം അതിൽ നിന്ന് പിന്നെ രക്ഷപ്പെടണമെങ്കിൽ അത് അടയിലേക്ക് മാത്രമേ പറ്റൂ. നിങ്ങളിപ്പം 2 പാർട്ടിക്കാരുണ്ട്, ഇടതും വലുതും അതിൻ്റെ 2 വശത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പം ഈ ഗവൺമെൻറ് ആയാലും ശരി, മറ്റേ കോൺഗ്രസ് ഗവൺമെൻറ് ആയാലും ശരി, ഇവർക്ക് എല്ലാവർക്കും അമ്മ എന്ന സംഘടന ആവശ്യമാണ്. അവരാരും ഇവരെ വെറുപ്പിക്കില്ല, ഒന്നും ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഈ കോടതിന്റെ ഭാഗത്ത് കോടതിയിൽ ഇന്ന് പറഞ്ഞത് ആ പഠിക്കട്ടെന്ന് മാത്രമാണ്. ഇപ്പം അതിനു മുമ്പ് നിങ്ങൾ കോടതി എല്ലാം അറിഞ്ഞ മാതിരിയാണ് നിങ്ങളെല്ലാം മൊത്തം ചാനൽ ചർച്ച വരുന്നത്. കോടതിയെ പഠിക്കട്ടെ, പഠിച്ചിട്ട് അഭിപ്രായം പറയാമെന്നുണ്ട. കോടതിയുടെ അഭിപ്രായം വന്നിട്ടില്ലല്ലോ. കോടതി ഇപ്പോൾ ഈ റിപ്പോർട്ട് കിട്ടി അതിന് കോടതി വായിച്ച് പഠിച്ച് എന്നിട്ട് ഒരു തീരുമാനം എടുക്കാൻ. അതുവരെ നമുക്ക് ഒരു ക്ഷമിക്കലാണ്ട് അതിലിപ്പോൾ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. കോടതിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ അത് നടപ്പിലാവുന്നില്ലാതെ കോടതി എന്താണ് അക്കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇതിൽ പ്രധാനം. സർക്കാർ നേരിട്ട് സ്വമേധയാ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പ്രതീക്ഷ ഏതാണ്ട് ഇല്ലാതായ മട്ടാണ്.